നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരളം ലോകത്തിന് മാതൃകയായത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ കൂടി കണക്കിലെടുത്താണെന്ന് DSM MMM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി. കേരളത്തിലെ ദളിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും അറിവും നൽകിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും ശാന്തകുമാരി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് PKSന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച്. ജോലി വാഗ്ദാനം നൽകി ദളിത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് മണ്ണാർക്കാട് SC/ST കോടതി. പ്രശോഭിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തി. SC/ST കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി പ്രതിഭാഗം. അമ്മയാനെ ഉപേക്ഷിച്ച് പോയ കുട്ടിയാനയ്ക്ക് പരിചരണമൊരുക്കി വനപാലകർ. സംഭവം നടന്നത് അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയെടുക്കൽ. അട്ടപ്പാടി വനം റേഞ്ച് ഉദ്യോഗസ്ഥർ ഉടൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയാനയെ മാറ്റും. പാഞ്ഞാൾ തൊഴുപ്പാടത്തെ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. അജ്ഞാത ജീവിയുടെ സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ഭീതിയിൽ. തൃശൂർ വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് എടവള്ളി സ്വദേശി 29-കാരൻ മൊയ്നുദ്ദീൻ ജിസ്തി. കുന്നംകുളത്തെ വീട്ടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് കുന്നംകുളം ചാട്ടുകുളം സ്വദേശി വിദ്യാസാഗർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളം ലോകത്തിന് മാതൃകയായത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ കൂടി കണക്കിലെടുത്താണെന്ന് DSMMM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി. നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് PKS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരളത്തിലെ ദളിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും അറിവും നൽകിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും ശാന്തകുമാരി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് PKS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് അരിക്കാര സ്ട്രീറ്റിൽ നിന്നും 5 വിളക്കിന് സമീപം വരെ മാർച്ച് സംഘടിപ്പിച്ചത്. DSMM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശാന്തകുമാരി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേരളം ലോകത്തിന് മാതൃകയായത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ കൂടി കണക്കിലെടുത്താണെന്ന് അവർ പറഞ്ഞു. ഇടതുപക്ഷമാണ് കേരളത്തിലെ ദളിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും അറിവും നൽകിയത്. പിന്നോക്ക വിഭാഗങ്ങൾ മുഖ്യധാരയിലേക്ക് വരാൻ പാടില്ലെന്നും ഇന്നും ചാതുർവർണ്ണ്യത്തെ നെഞ്ചിലേറ്റുന്നവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇത്തരക്കാർ ഇത് കേരളമാണെന്ന് ഓർക്കണമെന്നും ശാന്തകുമാരി പറഞ്ഞു. ദളിത് പീഡനങ്ങളെ നിസ്സാരമെന്ന് കരുതാനാവില്ല. ഭാവിയിൽ ദുഷ്പ്രവൃത്തികൾ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ശാന്തകുമാരി ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയുള്ള സമൂഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കാണേണ്ട ഒരു കാര്യം, കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്. ആ മാതൃക സൃഷ്ടിച്ചതാകട്ടെ ജാതികളുടെ വ്യവസ്ഥകളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വന്നതിന് ശേഷം സാമൂഹ്യ വിവേചനമായി കണ്ട അറിവ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ചിന്താപഥം ഉയർത്തിപ്പിടിച്ച് അറിവ് നൽകുക എന്ന പുരോഗമന മനുഷ്യന്റെ അവകാശത്തെ യാഥാർത്ഥ്യമാക്കിയ ചരിത്രമാണ് മലയാളികൾക്ക് അവകാശപ്പെടാനുള്ളത്. PKS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രാജൻ, V ഉഷ, KP ശ്രീനിവാസൻ, BC അയ്യപ്പൻ, N ഷിബു, മാധവൻ, ചന്ദ്രൻ മാസ്റ്റർ, P രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ജോലി വാഗ്ദാനം നൽകി ദളിത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മണ്ണാർക്കാട് SC/ST കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. പ്രശോഭിനെതിരെ ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജോലി വാഗ്ദാനം നൽകി ദളിത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് വെള്ളിയാഴ്ച മണ്ണാർക്കാട് SC/ST കോടതി തള്ളിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പീഡന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും യുവതി പരാതി നൽകുകയും ചെയ്തതോടെ ഒളിവിൽ പോയ പ്രശോഭിനെ ഇതുവരെയും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല. പ്രശോഭിനെതിരെ ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്.
നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറായ പ്രശോഭ ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പാലക്കാട്ടെത്തിയ താനുമായി സൗഹൃദം സ്ഥാപിച്ച ഇയാൾ താമസസ്ഥലത്തും കാറിലും പിന്നീട് ഹോട്ടലിലും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. എംപിമാരും MLA-മാരുമായി അടുത്ത ബന്ധമുള്ള പ്രശോഭ യുവതിയെ പ്രലോഭിപ്പിക്കാനായി ബന്ധങ്ങളും ഉപയോഗിച്ചു. യുവതി മൊബൈലിൽ പകർത്തിയ ഹോട്ടലിലെ ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. യുവതിയുടെ പരാതിക്കൊപ്പം ദൃശ്യങ്ങളും പ്രചരിച്ചതോടെയാണ് പ്രശോഭ ഒളിവിൽ പോയത്. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ഗർഭഛിദ്ര മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ച പ്രശോഭ MLA, MP എന്നിവരുമായി നല്ല ബന്ധമാണെന്ന് പറയുകയും അവരുമായി നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു തന്നതായും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പരാതി നൽകിയ ശേഷം പ്രശോഭ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. MLA, MP എന്നിവരുമായി അടുത്ത ബന്ധമുള്ള പ്രശോഭ പീഡന പരാതി ഒഴിവാക്കാനും സ്വാധീനം ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പരാതി വന്നയുടനെ ഒളിവിൽ പോയ പ്രശോഭിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രശോഭ കേരളം വിട്ടതായും സംശയമുണ്ട്. അതേസമയം ശാരീരിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പ്രതിയുടെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് SC/ST കോടതി തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രതിഭാഗം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്മയാനെ ഉപേക്ഷിച്ചു പോയ കുട്ടിയാനയ്ക്ക് പരിചരണമൊരുക്കി വനപാലകർ. അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയിടുക്കിലാണ് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാനയെ അമ്മയാന ഉപേക്ഷിച്ചു പോയ കുട്ടിയാനയ്ക്ക് പരിചരണമൊരുക്കി വനപാലകർ. അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയിടുക്കിലാണ് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാനയെ അമ്മയാന ഉപേക്ഷിച്ചു പോയത്. 4 ദിവസം മുൻപാണ് കൂട്ടം തെറ്റി പാറയിടുക്കിൽ കഴിയുന്ന കോട്ടയാന വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടിയാനയെ തിരക്കി അമ്മയാന വരുമെന്ന പ്രതീക്ഷ നശിച്ചതോടെ കുട്ടിയാനയുടെ പരിചരണവും ഭക്ഷണവും അട്ടപ്പാടി വനം റേഞ്ച് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയായിരുന്നു. അമ്മ നഷ്ടമായ കുട്ടിയുടെ മാനസികാവസ്ഥയിലുള്ള കുട്ടിയാനയ്ക്ക് കനത്ത ചൂടും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പാറയിടുക്കിൽ കഴിയുന്ന കുട്ടിയാനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുക്കാനിരിക്കുകയാണ് വനപാലകർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൽ പഞ്ചായത്തിലെ തൊഴുപ്പാടത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി വീട്ടിൽ പരേതനായ രാജഗോപാലിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ ഉടമസ്ഥയിലുള്ള ആടുകളാണ് ചത്ത നിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആടുകളെ ചത്ത നിലയിൽ കാണാനായത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം പതുത്തിപ്പള്ളി പരിസരത്ത് താമസിക്കുന്ന കൊല്ലംതൊടി വീട്ടിൽ പരേതനായ രാജഗോപാലിന്റെ ഭാര്യ 65-കാരിയായ ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥയിലുള്ള ആടുകളാണ് ചത്തനിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആടുകളെ ചത്തനിലയിൽ കാണാനായത്. രാവിലെ തീറ്റ നൽകാനായി എത്തിയപ്പോഴാണ് ലക്ഷ്മിക്കുട്ടി ഈ ദാരുണമായ കാഴ്ച കാണാനായത്. വർഷങ്ങളായി ആടുവളർത്തലിലൂടെ ഉപജീവനം നടത്തിയിരുന്ന ഈ കുടുംബത്തിന് വലിയ സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ നീച്ചപ്പോഴാണ് കണ്ടത്. എന്താ ജീവി വന്ന് കടിച്ച് കൊന്നിറക്കാണ്. ഞങ്ങൾ കുറെ കാലമായി വളർത്തി. കൂട്ടിൽ വന്ന് കൊന്നിട്ടില്ല. ഇല്ല, ഇതാദ്യമായിട്ടാണ്. സൗണ്ട് കേട്ടില്ല. ഞാൻ ഈ ആടുവിനും പശുവിനും വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് വേറൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം മുട്ടിയിപ്പോ. വിവരമറിഞ്ഞ ജനപ്രതിനിധികളായ PM അശോകൻ, മുസ്തഫ, സബിത എന്നിവരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി അറിയാൻ കഴിയൂ. ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ഉണ്ടായതിൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണിപ്പോൾ. ആടുകളെ കൊല്ലുക മാത്രമാണ് ഈ അജ്ഞാത ജീവി ചെയ്തിരിക്കുന്നത്. അതേസമയം മാംസം ഭക്ഷിച്ചിട്ടുമില്ല. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകളാണ് ചത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. എടവള്ളി സ്വദേശി 29-കാരൻ മൊയിനുദ്ദീൻ ജിസ്തിയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും എടവള്ളിയിൽ നിന്ന് അഞ്ചാങ്കല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തിൽ എളവള്ളി സ്വദേശി മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകനായ 29 വയസ്സുള്ള മൊയിനുദ്ദീൻ ജീസ്തിയാണ് മരിച്ചത്. അപകടത്തിൽ ടോറസിന് അടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനെ നാട്ടുകാരും കണ്ടശാങ്കടവ് ഡീക്കോട് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് എങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറിയ ലൈൻമാൻ വെയിലേറ്റ് തളർന്നു. പറളി കിഴക്കഞ്ചേരി കാവിലാണ് സംഭവം നടന്നത്. സഹപ്രവർത്തകർ ലൈൻമാനെ താഴെ ഇറക്കിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വൈദ്യുത പോസ്റ്റിന് മുകളിൽ കയറിയ ലൈൻമാൻ കൊടും വെയിലേറ്റ് തളർന്നു പോസ്റ്റിൽ ചേർത്ത് കെട്ടിയ കയറിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. സംഭവം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് നടന്നത്. ലൈനിലെ തകരാറ് പരിശോധിക്കാൻ കയറിയപ്പോഴാണ് കനത്ത വെയിലേറ്റ് ലൈൻമാൻ ലൈനിൽ തളർന്നു കിടന്നത്. പിന്നീട് സഹപ്രവർത്തകർ കയറി കയറഴിച്ച് താഴെ ഇറക്കിയ ശേഷം ലൈൻമാനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പറളി വൈദ്യുത സെക്ഷന് കീഴിലുള്ള സംസ്ഥാന പാതയിലെ കിഴക്കഞ്ചേരി കാവിലാണ് സംഭവം. ലൈൻമാനെ താഴെ ഇറക്കാൻ നാട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
കുന്നംകുളത്തെ വീടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി വിദ്യാസാഗർ എന്നയാളാണ് മരിച്ചത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചാട്ടുകുളം മുത്തപ്പൻ ബസാറിന് സമീപത്ത് താമസിക്കുന്ന വിദ്യാസാഗറാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. മുറിയുടെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. സഹോദരനൊപ്പം താമസിച്ചിരുന്ന വിദ്യാസാഗർ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുറിയിൽ കയറി വാതിലടച്ച ശേഷം പിന്നീട് പുറത്തിറങ്ങിയിരുന്നില്ല. വാതിൽ തുറക്കാതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് വിദ്യാസാഗറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കവളപ്പാറ ഇറുപ്പേക്ഷ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത്. ഈ മാസം 23-ന് ഉത്സവാഘോഷം സമാപിക്കും. കവളപ്പാറ ഇറുപ്പേക്ഷ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷത്തിനാണ് തുടക്കമായത്. ബുധനാഴ്ച പതിറ്റടിയോടെ ഉത്സവപൂർവാംഗമായ ശുദ്ധിക്രിയകൾ തുടങ്ങിവെച്ചെങ്കിലും വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തോടുകൂടിയായിരുന്നു ഔപചാരികമായ ഉത്സവാഘോഷത്തിൻ്റെ ആരംഭം. നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റ് കർമ്മം നടന്നു. തുടർന്ന് കർണാടക സംഗീത കച്ചേരി, വായ്പാട്ട്, സങ്കീർത്തന തുടങ്ങിയവയുമുണ്ടായി. 23-ന് ആറാട്ടോടുകൂടി ഉത്സവാഘോഷം സമാപിക്കും. ഈ ദിവസങ്ങൾ വരെ ക്ഷേത്രകലകളും വാദ്യമേളങ്ങളും കൂടാതെ മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉത്സവാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. KSSPA 34ാമത് വാർഷിക സമ്മേളനം ഏപ്രിൽ 20-21 തീയതികളായി കോങ്ങാട്ട് വെച്ച് നടക്കും. പ്രകടനം, സാംസ്കാരിക സമ്മേളനം, അനുമോദനം, പ്രതിനിധി സമ്മേളനം എന്നിവയോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുക. പെൻഷൻകാരുടെ അവകാശ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ഏക സംഘടനയാണ് KSSPA എന്ന് പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് പറഞ്ഞു. 1992-ൽ രൂപം കൊണ്ട KSSPA കക്ഷി രാഷ്ട്രീയത്തിനും വകുപ്പ് കാറ്റഗറി വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന പെൻഷൻകാരുടെ സംഘടനയാണ്. കേരളത്തിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരുടെ സംഘടനയായ KSSPA മറ്റു സംഘടനകൾക്കും മാതൃകാപരമാണ്. കേരളത്തിലെ പെൻഷൻകാർ അനുഭവിക്കുന്ന പല നേട്ടങ്ങളും KSSPAയുടെ പോരാട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണെന്നും ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് പറഞ്ഞു. ഓക്കി, പ്രളയം, കോവിഡ് തുടങ്ങിയ ദുരന്തമുഖങ്ങളിൽ ആശ്വാസ പ്രവർത്തനം നടത്തിയ KSSPA കേരളത്തിന് പുറത്തുണ്ടായ ദുരന്തങ്ങളിലും ആശ്വാസം പകർന്നിട്ടുണ്ട്. ഭാഷാ സംവരണം, വയോജന സംരക്ഷണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനവും KSSPA നടത്തുന്നുണ്ടെന്നും മോഹൻദാസ് പറഞ്ഞു. അവകാശങ്ങൾക്ക് വേണ്ടി സജീവമായി സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ സർവീസ് പെൻഷൻകാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങുന്ന പെൻഷൻകാരായി മാറിയിട്ടുണ്ട്. ആ രീതിയിൽ പെൻഷൻകാരെ മാറ്റിയെടുക്കുന്നതിൽ ഈ സംഘടനയാണ് പ്രധാനമായും പങ്കുവഹിച്ചിട്ടുള്ളത്. ഈ സംഘടന പെൻഷൻകാരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ മാത്രം നേടിയെടുക്കുക എന്നുള്ളതല്ല. എവിടെയെല്ലാം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ ആ മേഖലയിലെല്ലാം ഈ സംഘടന ഓടിയെത്താറുണ്ട്. പ്രളയമായാലും, ഓക്കി ദുരന്തമായാലും, സുനാമി ദുരന്തമായാലും, അതുപോലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ ഭൂകമ്പങ്ങളുടെ സമയത്ത്, നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ, ചെന്നൈയിൽ പ്രളയം ഉണ്ടായപ്പോൾ, കേരളത്തിൽ 2018-ൽ പ്രളയം ഉണ്ടായപ്പോൾ, പിന്നീട് വലിയ ഉരുൾപൊട്ടലും അതുപോലെ കോവിഡ് മഹാമാരി വന്ന കാലത്ത്, അതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായ ഘട്ടങ്ങളിൽ, ഈ ഘട്ടങ്ങളിലെല്ലാം KSSPA എന്ന് പറയുന്ന സംഘടന കോടിക്കണക്കിന് ഉറുപ്പിക അംഗങ്ങളിൽ പിരിവിട്ട് ഗവൺമെന്റിനെ സഹായിക്കുകയുണ്ടായി. ഈ രീതിയിൽ ദുരിതങ്ങളുള്ളിടത്ത് ഓടിയെത്തുന്ന ഒരു സംഘടന കൂടിയാണ് KSSPA എന്ന് പറയുന്ന സംഘടന. ഒരു വശത്ത് പെൻഷൻകാരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി പോരാട്ടങ്ങളിൽ ഏർപ്പെടുക, മറുവശത്ത് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുക. നമ്മുടെ ഈ സംഘടന എല്ലാ കൊല്ലവും ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനാചരണം നടത്തുന്നു. പരിസ്ഥിതി ദിനാചരണം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു ആചരണം ഒരു ദിവസം നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോയിട്ട് അസോസിയേഷന്റെ 34ാമത് വാർഷിക സമ്മേളനം ഏപ്രിൽ 20-21 തീയതികളിൽ കോങ്ങാട്ടാണ് നടക്കുക. പ്രകടനം, സാംസ്കാരിക സമ്മേളനം, ആദരിക്കൽ, അനുമോദനം, പ്രതിനിധി സമ്മേളനം തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്നും മോഹൻദാസ് കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ മോഹൻദാസിന് പുറമെ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ, ജില്ലാ ട്രഷറർ KK സതീശൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NP കോമളം, RA ഉണ്ണിത്താൻ, M രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ലോകത്തിന് മാതൃകയായത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ കൂടി കണക്കിലെടുത്താണെന്ന് DSM-MM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K ശാന്തകുമാരി. കേരളത്തിലെ ദളിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും അറിവും നൽകിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും ശാന്തകുമാരി. നിതിൻ രാജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് PKSന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച്.
ജോലി വാഗ്ദാനം നൽകി ദളിത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് മണ്ണാർക്കാട് SC/ST കോടതി. പ്രശോഭിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തി. SC/ST കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പ്രതിഭാഗം. അമ്മയാനെ ഉപേക്ഷിച്ച് പോയ കുട്ടിയാനയ്ക്ക് പരിചരണമൊരുക്കി വനപാലകർ. സംഭവം നടന്നത് അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയെടുക്കൽ. അട്ടപ്പാടി വനം റേഞ്ച് ഉദ്യോഗസ്ഥർ ഉടൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയാനയെ മാറ്റും. പാഞ്ഞാൾ തൊഴുപ്പാടത്തെ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. അജ്ഞാത ജീവിയുടെ സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ഭീതിയിൽ. തൃശൂർ വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് എടവള്ളി സ്വദേശി 29-കാരൻ മൊയ്നുദ്ദീൻ ജിസ്തി. കുന്നംകുളത്തെ വീട്ടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് കുന്നംകുളം ചാട്ടുകുളം സ്വദേശി വിദ്യാസാഗർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.